ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കോട്ടക് മഹീന്ദ്ര ബാങ്ക് 27 ഒക്ടോബർ 2020 ട്രേഡിംഗ് സെഷനിൽ 12% ഹൈക്കാണ് കാണിച്ചത്. ഈ ഹൈക്കിൻ്റെ പിന്നിലെ റീസൺ എന്തൊക്കെയാണ്, അതോടൊപ്പം തന്നെ കോട്ടക് മഹീന്ദ്ര ബാങ്കിൻ്റെ നെക്സ്റ്റ് ലെവൽസും ടാർഗറ്റും എന്തൊക്കെയാണ് എന്നീ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി ഡിസ്കസ് ചെയ്യുന്നത്. വെൽത്തി ലൈഫ് എന്ന ചാനൽ നമ്മൾ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്സ്. 27 ഒക്ടോബർ 2020 കോട്ടക് മഹീന്ദ്ര ബാങ്കിൻ്റെ സ്റ്റോക്ക് പ്രൈസിൽ ഉണ്ടായ 12% ഹൈക്കിൻ്റെ പിന്നിലെ പ്രധാനപ്പെട്ട റീസൺ 26 ഒക്ടോബർ 2020 വന്ന ബാങ്കിൻ്റെ ക്വാർട്ടർ 2 റിസൾട്ടിൻ്റെ ഇമ്പാക്റ്റ് ആണ്. അതായത് കോട്ടക് മഹീന്ദ്ര ബാങ്ക് നിഫ്റ്റി 50യുടെ വളരെ കാലമായി നിഫ്റ്റി 50യുടെ ഭാഗമായ ഒരു സ്റ്റോക്കാണ്. കൂടാതെ ഈ സ്റ്റോക്ക് നല്ലൊരു വാല്യുവേഷൻ ഉള്ള സ്റ്റോക്കുമാണ്. ഈ സ്റ്റോക്കിൽ വളരെ റെയറായിട്ട് വലിയ കറക്ഷൻസ് വരാറുള്ളൂ. ഇനി സ്റ്റോക്കിൻ്റെ ക്വാർട്ടർ 2 റിസൾട്ട് അനാലിസിസിലേക്ക് അടക്കാം. ക്വാർട്ടർ 2 റിസൾട്ട് അനാലിസിസിൻ്റെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ആണ് കോട്ടക് മഹീന്ദ്ര ബാങ്കിൻ്റെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്, അതായത് PAT. കോട്ടക് മഹീന്ദ്ര ബാങ്കിൻ്റെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇയർ ഓൺ ഇയർ ബേസിലും അതുപോലെ തന്നെ ക്വാർട്ടർ ടു ക്വാർട്ടർ ബേസിലും നല്ലൊരു ഇൻക്രീസ് ഉണ്ടായിരിക്കുന്നതായിട്ട് കാണാം. അതായത് 2020 ക്വാർട്ടർ 1-ൽ 1852 കോടിയായിരുന്നു കമ്പനിയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. അത് ഇൻക്രീസ് ചെയ്ത് ഏകദേശം 2946 ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, 46 കോടിയായിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇയർ ഓൺ ഇയർ നോക്കുകയാണെങ്കിൽ 2407 കോടിയായിരുന്നു 2019 ക്വാർട്ടർ 2-ൽ കമ്പനിയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. അത് ഇൻക്രീസ് ചെയ്ത് 2946 ആയിട്ട് ഉയർന്നിട്ടുണ്ട്. അതായത് ഇയർ ഓൺ ഇയർ ബേസ് നോക്കുകയാണെങ്കിലും ക്വാർട്ടർ ടു ക്വാർട്ടർ ബേസ് നോക്കുകയാണെങ്കിലും കമ്പനി വളരെ നന്നായി പെർഫോം ചെയ്യുന്നു. ഇനി പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഇൻക്രീസ് ആയാൽ ഉറപ്പായിട്ടും കമ്പനിയുടെ ഇൻകം ഇൻക്രീസ് ആകും. ഇനി കമ്പനിയുടെ ടോട്ടൽ ഇൻകം നോക്കുകയാണെങ്കിൽ ഇയർ ഓൺ ഇയർ ബേസിലും അതുപോലെ തന്നെ ക്വാർട്ടർ ടു ക്വാർട്ടർ ബേസിലും കമ്പനിയുടെ ഇൻകം ഇൻക്രീസ് ആയിട്ടുണ്ട്. അതായത് 2019 ക്വാർട്ടർ 2-ൽ കമ്പനിയുടെ ഇൻകം 12542 കോടിയായിരുന്നു. അത് ഇൻക്രീസ് ചെയ്ത് 13591 കോടിയായി മാറിയിട്ടുണ്ട്. ഇനി ക്വാർട്ടർ ടു ക്വാർട്ടർ ബേസ് നോക്കുകയാണെങ്കിൽ 12323 കോടിയിൽ നിന്നും ഇൻക്രീസായി 13591 കോടിയായി ഉയർന്നു. ഇതാണ് കമ്പനിയുടെ ടോട്ടൽ ഇൻകം. ഇനി നമ്മൾക്ക് കമ്പനിയുടെ എക്സ്പെൻസ് നോക്കാം. കമ്പനിയുടെ എക്സ്പെൻസ് നോക്കുകയാണെങ്കിൽ എക്സ്പെൻസിലും ഒരു വർധനവാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുക. അതായത് ടോട്ടൽ എക്സ്പെൻസ് 2019 ക്വാർട്ടർ 2-ൽ 9125 ആയിരുന്നു. അത് ഇൻക്രീസ് ചെയ്ത് 9203 ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ 2020 ക്വാർട്ടർ 1-ൽ 8768 കോടിയായിരുന്നു. അതിൽ നിന്നും ഇൻക്രീസ് ചെയ്ത് 9203 ആയിട്ടുണ്ട്. അതായത് കമ്പനിയുടെ ടോട്ടൽ ഇൻകവും വർദ്ധിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ എക്സ്പെൻഡിച്ചറും വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ കമ്പനിയുടെ പ്രോഫിറ്റിലും നല്ലൊരു വർധനവ് നമ്മൾക്ക് കാണാൻ സാധിക്കും. കമ്പനിയുടെ എക്സ്പെൻസും അതുപോലെ തന്നെ കമ്പനിയുടെ ടോട്ടൽ ഇൻകവും വർദ്ധിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും പ്രോഫിറ്റിൽ നല്ലൊരു ഡിഫറൻസ് കാണാൻ സാധിക്കുന്നു. ഇതിൻ്റെ പിന്നിലെ റീസൺ നോക്കുകയാണെങ്കിൽ മറ്റേതെങ്കിലും ഒരു പാരാമീറ്ററിൽ ഉണ്ടായ കുറവായിരിക്കാം കമ്പനിയുടെ പ്രോഫിറ്റിനെ ആഡ് ഓൺ ചെയ്യുന്നത്. ആ പാരാമീറ്ററാണ് കമ്പനിയുടെ പ്രൊവിഷൻ. അതായത് കമ്പനിയുടെ പ്രൊവിഷൻ നോക്കുകയാണെങ്കിൽ ക്വാർട്ടർ ടു ക്വാർട്ടർ ഡിക്ലൈൻ ആയിട്ടുണ്ട്. അതായത് 2020 ക്വാർട്ടർ 1-ൽ 1119 കോടി രൂപയായിരുന്നു കമ്പനി അതിൻ്റെ പ്രൊവിഷനിങ്ങിന് വേണ്ടി മാറ്റിവെച്ചത്. അത് ഡിക്രീസായി 473 കോടിയായിട്ടുണ്ട്. അതായത് ഇയർ ഓൺ ഇയർ നോക്കുകയാണെങ്കിൽ 2019 ക്വാർട്ടർ 2-ൽ 473 കോടി രൂപയായിരുന്നു കമ്പനി പ്രൊവിഷനിങ്ങിന് വേണ്ടി മാറ്റിവെച്ചത്. സെയിം എമൗണ്ട് തന്നെയാണ് 2020 ക്വാർട്ടർ 2-ലും കമ്പനി പ്രൊവിഷനിങ്ങിന് വേണ്ടി മാറ്റിവെക്കുന്നത്. ഇതാണ് കമ്പനിയുടെ പ്രോഫിറ്റിൽ നല്ലൊരു ഹൈക്ക് ഉണ്ടാക്കിയത്. നമ്മൾ SBI കാർഡിൻ്റെ ക്വാർട്ടർ 2 റിസൾട്ട് കണ്ടു. പ്രൊവിഷനിങ്ങിന് വേണ്ടി ഒരു ഹ്യൂജ് എമൗണ്ട് മാറ്റിവെച്ചത് കൊണ്ടാണ് കമ്പനിയുടെ പ്രോഫിറ്റിൽ ഡിക്ലൈൻ ഉണ്ടായത്. പക്ഷേ കോട്ടക് മഹീന്ദ്ര ബാങ്ക് നോക്കുകയാണെങ്കിൽ പ്രൊവിഷൻ ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ യെസ് ബാങ്കിൻ്റെ ക്വാർട്ടർ 2 റിസൾട്ട് അനാലിസിസിലും നമ്മൾ കണ്ടതാണ് പ്രൊവിഷൻ എമൗണ്ട് ഡിക്രീസ് ചെയ്ത് ബാങ്ക് അതിൻ്റെ പ്രോഫിറ്റ് കൂട്ടി എന്നുള്ളത്. ഇത് പ്രൊവിഷൻ എമൗണ്ട് ഡിക്രീസ് ചെയ്യുന്നത്, അതായത് വരുന്ന സമയങ്ങളിൽ അൺസർട്ടനിറ്റി ഉണ്ടാവാം മാർക്കറ്റിൽ. അതായത് ഒന്നാമത്തെ പ്രധാനപ്പെട്ട അൺസർട്ടനിറ്റിയുടെ കാര്യം ബാങ്കുകളുടെ നെറ്റ് NPAയും അതുപോലെ തന്നെ ഗ്രോസ് NPAയെക്കുറിച്ചും ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഡേറ്റ അവൈലബിൾ അല്ല. ആ ഡേറ്റ പുറത്തു വരുമ്പോൾ സ്റ്റോക്കിൽ നല്ലൊരു വാല്യുവേഷൻ അല്ലെങ്കിൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവാം. ഈ അവസരത്തിൽ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കണ്ടിജൻസീസ് കൊറോണ വൈറസിൻ്റെ ഇമ്പാക്റ്റ് മാർക്കറ്റിൽ നിന്നും പൂർണ്ണമായും മാറിയിട്ടില്ല. യൂറോപ്യൻ കൺട്രീസിലെല്ലാം അതിൻ്റെ സെക്കൻഡ് വേവ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യയിലും
സ്ലൈറ്റ്ലി ഇപ്പോൾ ഡിക്ലൈൻ ആവുകയാണെങ്കിലും ഇനിയും ഫ്യൂച്ചറിൽ വരാനുള്ളൊരു പ്രോബബിലിറ്റി കൂടിയുണ്ട്. അതുകൊണ്ട് ബാങ്കുകളും അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസും പ്രൊവിഷൻ എമൗണ്ട് കുറയ്ക്കുന്നത് കൊണ്ട് ഇതിൽ നെക്സ്റ്റ് വരുന്ന ക്വാർട്ടറുകളിൽ ഇനി കൊറോണ വൈറസിൻ്റെ ഇമ്പാക്റ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും അൺഅവോയ്ഡബിൾ തിങ്സ് ചെയ്യുകയാണെങ്കിൽ ഈ സ്റ്റോക്കുകൾ പ്രൊവിഷൻ കുറഞ്ഞ സ്റ്റോക്കുകൾ സഫർ ചെയ്യാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. പക്ഷേ ഹെവി പ്രൊവിഷൻ, അതായത് പ്രൊവിഷൻ എമൗണ്ട് കൂടിയ സ്റ്റോക്കുകൾക്കാണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാറില്ല. കാരണം അവരുടെ ഫ്യൂച്ചർ സെക്യൂർ ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് നീങ്ങുന്നത്. നമ്മൾ പ്രധാനപ്പെട്ട എല്ലാ സ്റ്റോക്കുകളുടെയും ക്വാർട്ടർ ടു അനാലിസിസ് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റോക്കുകളുടെ ഡീറ്റെയിൽഡ് ക്വാർട്ടർ ടു അനാലിസിസ് കാണണമെന്നുള്ളവർ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ ക്വാർട്ടർ ടു അനാലിസിസ് എന്ന ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്, അവിടെ ഉണ്ടാവും. അല്ലെങ്കിൽ ചാനലിൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇത് അവൈലബിൾ ആണ്. ഇനി നമ്മൾക്ക് ബാങ്കിൻ്റെ ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ നോക്കാം. ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ ഇയർ ഓൺ ഇയർ ബേസിലും അതുപോലെ തന്നെ ക്വാർട്ടർ ടു ക്വാർട്ടർ ബേസിലും ഇൻക്രീസ് ആയിട്ടുണ്ട്. ഇത് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫാക്റ്റാണ്. അതായത് 2019 ക്വാർട്ടർ ടൂവിൽ ബാങ്കിൻ്റെ ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ 18.15 ആയിരുന്നു. അത് ഇൻക്രീസ് ചെയ്ത് 22.05 ആയിട്ടുണ്ട്. കൂടാതെ ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ 2020 ക്വാർട്ടർ വണ്ണിൽ 21.23 നിന്നും ഇൻക്രീസ് ചെയ്ത് 22.05 ആയി മാറിയിട്ടുണ്ട്. ഇനി EPS നോക്കാം. EPS നോക്കുകയാണെങ്കിലും ഇയർ ഓൺ ഇയർ അല്ലെങ്കിൽ ക്വാർട്ടർ ടു ക്വാർട്ടർ ബേസിൽ ഇൻക്രീസ് ആയിട്ടുണ്ട്. അതായത് 2020 ക്വാർട്ടർ വണ്ണിൽ കമ്പനിയുടെ EPS 9.57 ആയിരുന്നു. അത് ഇൻക്രീസ് ചെയ്ത് 14.89 ആയി മാറിയിട്ടുണ്ട്. കൂടാതെ ഡയലൂട്ടഡ് EPS നോക്കുകയാണെങ്കിൽ 9.56 നിന്നും ഇൻക്രീസ് ചെയ്ത് 14.89 ആയി മാറിയിട്ടുണ്ട്. ഇയർ ഓൺ ഇയർ നോക്കുകയാണെങ്കിൽ 12.61 നിന്നും ഇൻക്രീസ് ചെയ്ത് 14.89 ആയി കമ്പനിയുടെ EPS ഇൻക്രീസ് ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് NPAസിനെ കുറിച്ചുള്ള ഡേറ്റ പരിശോധിക്കാം. NPA കുറിച്ചുള്ള ഡേറ്റ പരിശോധിക്കുകയാണെങ്കിൽ ഗ്രോസ് NPAയുടെ പെർസെൻറ്റേജിലും ഒരു വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് 2019 ക്വാർട്ടർ ടൂവിൽ 2.17% ആയിരുന്നു. അതിൽ നിന്നും ഇൻക്രീസ് ചെയ്ത് 2.55% ആയിട്ടുണ്ട്. പക്ഷേ ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ ഡിക്രീസ് ആയിട്ടുണ്ട്. 2.67 നിന്നും 2.55. അതുപോലെ തന്നെ കമ്പനിയുടെ നെറ്റ് NPA നോക്കുകയാണെങ്കിൽ നെറ്റ് NPA ഡിക്ലൈൻ ആയിരിക്കുകയാണ്. 2020 ക്വാർട്ടർ വണ്ണിൽ 0.89 ആയിരുന്നു. അതിൽ നിന്നും ഡിക്ലൈൻ ചെയ്ത് 0.70 ആയിട്ടുണ്ട്. ഇയർ ഓൺ ഇയർ നോക്കുകയാണെങ്കിൽ 0.82 നിന്നും ഡിക്ലൈൻ ചെയ്ത് 0.70 ആയി മാറിയിട്ടുണ്ട്. അതായത് നെറ്റ് NPAയിലും ഗ്രോസ് NPAയിലും ഇപ്പോൾ ഒരു ക്ലാരിറ്റി അല്ലെങ്കിൽ ഒരു ട്രാൻസ്പെറൻസി ഇല്ല. കാരണം സുപ്രീം കോർട്ടിൻ്റെ ഓർഡറാണ് 31 ഓഗസ്റ്റ് 2020 ശേഷം ഉള്ള NPAs ബാങ്കുകൾ ഡിക്ലെയർ ചെയ്യേണ്ട എന്ന് ഒരു ഓർഡറുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് ഈ ക്വാർട്ടറിൽ ബാങ്കുകൾ എത്ര അവരുടെ NPAs ഇൻക്രീസ് ചെയ്തു എന്നുള്ളത് നമ്മൾക്ക് ഇപ്പോൾ അറിയാൻ കഴിയുകയില്ല. എന്നെങ്കിലും ഇതിനെ സംബന്ധിച്ചുള്ള ഒരു ക്ലാരിറ്റി വരുമ്പോൾ മാത്രമേ നമ്മൾക്ക് ബാങ്കുകളുടെ NPAയെക്കുറിച്ച് അറിയാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ കോട്ടക് മഹീന്ദ്ര ബാങ്കിൻ്റെ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ റിസൾട്ടാണ് നമ്മൾ നോക്കിയത്. അതിൽ നമ്മൾ ആൾറെഡി റീഡ് ഔട്ട് ചെയ്തതാണ്. കമ്പനിയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 22% ഇൻക്രീസ് ചെയ്തിട്ടുള്ളത്. അതായത് 2019 ക്വാർട്ടർ ടൂവിൽ കമ്പനിയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 2407 കോടിയായിരുന്നു. അതിൽ നിന്നും ഇൻക്രീസ് ചെയ്ത് 2947 കോടിയായി ഉയർന്നിട്ടുണ്ട്. അതായത് കൺസോളിഡേറ്റഡ് റിസൾട്ടിൽ പ്യുവർ ബാങ്കിനെ കൂടാതെ അതിൻ്റെ സബ്സിഡറീസിൻ്റെയും കൂടി റിസൾട്ടാണ് കാണിക്കുന്നത്. ഇനി പ്യുവർ ബാങ്കിൻ്റെ കോൺട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ 2184 കോടിയാണ് ടോട്ടൽ കൺസോളിഡേറ്റഡ് റിസൾട്ടിൽ ബാങ്കിൻ്റെ കോൺട്രിബ്യൂഷൻ. കൊട്ടക്കിൻ്റെ ബാക്കിയുള്ള സബ്സിഡറീസിൻ്റെ പെർഫോമൻസ് കൂടി നമ്മൾക്കൊന്ന് നോക്കാം. കൊട്ടക് സെക്യൂരിറ്റീസിൻ്റെ പെർഫോമൻസ് ഇൻക്രീസ് ആയിട്ടുണ്ട്. അതായത് പ്രീവിയസ് ഇയറിലെ സെയിം ക്വാർട്ടറുമായി കമ്പയർ ചെയ്യുകയാണെങ്കിൽ 2019 ക്വാർട്ടർ ടൂവിൽ കൊട്ടക് സെക്യൂരിറ്റീസിൻ്റെ ഇൻകം അല്ലെങ്കിൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 149 കോടിയായിരുന്നു. അതിൽ നിന്നും ഇൻക്രീസ് ചെയ്ത് 199 കോടിയായി മാറിയിട്ടുണ്ട്. ഇനി കൊട്ടക്കിൻ്റെ ലൈഫ് ഇൻഷുറൻസ് നോക്കുകയാണെങ്കിലും 144 കോടിയിൽ നിന്നും ഇൻക്രീസ് ചെയ്ത് 171 കോടിയായിട്ടുണ്ട്. കൊട്ടക് മഹീന്ദ്ര പ്രൈം നോക്കുകയാണെങ്കിൽ 172 കോടിയിൽ നിന്നും ഡിക്ലൈനായി 133 കോടിയായി മാറിയിട്ടുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ 67 കോടിയിൽ നിന്നും ഇൻക്രീസ് ചെയ്ത് 74 കോടിയായി ഉയർന്നിട്ടുണ്ട്. അസറ്റ് മാനേജ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ 85 കോടിയിൽ നിന്നും ഡിക്ലൈനായി 84 കോടിയായിട്ടുണ്ട്. ഇൻ്റർനാഷണൽ സബ്സിഡറീസ് നോക്കുകയാണെങ്കിൽ 34 കോടിയിൽ നിന്നും ഇൻക്രീസ് ചെയ്ത് 45 കോടിയായി മാറിയിട്ടുണ്ട്. അതായത് കമ്പനിയുടെ ടോട്ടൽ സബ്സിഡറീസിൽ
കൊട്ടക് മഹീന്ദ്ര പ്രൈം ഒഴികെ ബാക്കി എല്ലാ സബ്സിഡറീസും വളരെ നന്നായാണ് പെർഫോം ചെയ്യുന്നത്. കൂടാതെ കമ്പനിയുടെ ലൈഫ് ഇൻഷുറൻസ് നോക്കുകയാണെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് ഇയർ ഓൺ ഇയറിൽ 19% ഹൈക്കാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ടോട്ടൽ അസറ്റ് മാനേജ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ 12% ഹൈക്കാണ് നമ്മൾക്ക് ഇയർ ഓൺ ഇയറിൽ കാണാൻ സാധിക്കുന്നത്. അതായത് കമ്പനി ടോട്ടൽ മാൻ ചെയ്തത് 2019 ക്വാർട്ടർ 2-ൽ 2,42,023 കോടിയായിരുന്നു. അതിൽ നിന്നും ഇൻക്രീസ് ചെയ്ത് 2,71,769 കോടിയായി ടോട്ടൽ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് ഉയർന്നിട്ടുണ്ട്. അതായത് സബ്സിഡറീസ് നോക്കുകയാണെങ്കിലും ബാങ്കിങ്ങിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിലും കൊട്ടക് മഹീന്ദ്ര ബാങ്ക് വളരെ നല്ല ഒരു പെർഫോമൻസ് ആണ് തന്നിരിക്കുന്നത്. കൂടാതെ നമ്മൾ ഈ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സും അതുപോലെ തന്നെ ടോട്ടൽ ഇൻകവും എല്ലാം അനാലിസിസ് ചെയ്തപ്പോൾ ഞാൻ വിചാരിക്കുന്നു എൻ്റെ സബ്സ്ക്രൈബേഴ്സും ഈ വീഡിയോ കാണുന്നവരും ശ്രദ്ധിച്ചു കാണും. പ്രീ കോവിഡ് ലെവലിലേക്ക്, അതായത് 2019 ക്വാർട്ടർ 2-ൽ ബാങ്കിൻ്റെ പെർഫോമൻസ് എങ്ങനെയായിരുന്നോ അതേ ലെവലിലേക്കാണ് ബാങ്ക് 2020 ക്വാർട്ടർ 2-ലും എത്തിയിരിക്കുന്നത്. പ്രൊവിഷൻ എമൗണ്ട് ശ്രദ്ധിച്ചു നോക്കൂ. പ്രൊവിഷൻ എമൗണ്ടും സെയിം പ്രൊവിഷൻ എമൗണ്ടാണ് വെച്ചിരിക്കുന്നത്. ബാങ്കിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 2019 ക്വാർട്ടർ 2-ലെ റെപ്ലിക്കേറ്റ് ചെയ്യുന്ന സെയിം പെർഫോമൻസ് ലെവലിലേക്ക് ബാങ്ക് എത്തിയിരിക്കുന്നു. ഇതിൻ്റെ അർത്ഥം എന്താണ്? പ്രീ കോവിഡ് ലെവലിലേക്ക് ഈ ബാങ്ക് എത്തിയോ? ഇനി നമ്മൾക്ക് അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി സ്റ്റോക്കിൻ്റെ ചാർട്ട് അനാലിസിസിലേക്കും അതുപോലെ തന്നെ ടെക്നിക്കൽ അനാലിസിസിലേക്കും കിടക്കാം. കൊട്ടക് മഹീന്ദ്ര ബാങ്കിൻ്റെ 1 ഡേ ചാർട്ട് പാറ്റേൺ ആണ് ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ സ്റ്റോക്കിൽ പ്രീ കോവിഡ് ലെവലിൽ 1,700 രൂപ വാല്യുവേഷനുള്ള സ്റ്റോക്കായിരുന്നു. അതിനുശേഷം സ്റ്റോക്കിൽ നല്ലൊരു കറക്ഷൻ വന്നു. സ്റ്റോക്ക് 1000 രൂപ റേഞ്ചിലെത്തി. ശേഷം സ്റ്റോക്ക് അതിൻ്റെ ഡിമാൻഡ് സോണിൽ നിന്നും 200 ഡേ എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ് റേഞ്ചിൽ നല്ലൊരു റെസിസ്റ്റൻസ് സ്റ്റോക്കിൽ കാണാനുണ്ടായിരുന്നു. അതായത് ഈ ലെവലിൽ ഏകദേശം സ്റ്റോക്ക് കഴിഞ്ഞ 6 മാസത്തിൽ ഏകദേശം 5 മുതൽ 6 പ്രാവശ്യം വരെ ഈ ലെവലിലെത്തി പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾക്ക് കാണാൻ സാധിച്ചത്. അതിനുശേഷം ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലാണ് ഈ 200 ഡേ എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജിനെ നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ കൊണ്ട് സ്റ്റോക്ക് ക്രോസ് ചെയ്ത് മുകളിലെത്തിയത്. അതായത് 1,500 രൂപ റേഞ്ചിൽ സ്റ്റോക്കിൽ മുമ്പും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നിട്ടുണ്ട്. ഇന്നത്തെ ട്രേഡിംഗ് പാറ്റേൺ നമ്മൾ നോക്കുകയാണെങ്കിലും 1,600 രൂപ റേഞ്ചിൽ എത്തിയതിനു ശേഷം സ്റ്റോക്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നതായിട്ടുണ്ട്. അതായത് ഇപ്പോൾ സ്റ്റോക്ക് 1,582 അല്ലെങ്കിൽ 1,600 രൂപ റേഞ്ചിലെത്തി. ഈ സ്റ്റോക്കിൻ്റെ ഹൈ വാല്യുവേഷൻ അല്ലെങ്കിൽ പ്രീ കോവിഡ് ലെവൽ വാല്യുവേഷൻ 1,700 രൂപ റേഞ്ചാണ്. അതായത് ഞാൻ ഈ സ്റ്റോക്ക് എൻ്റെ വീക്ക്ലി സ്റ്റോക്ക് റെക്കമെൻഡേഷൻ വീഡിയോയിൽ 1,250 രൂപ റേഞ്ചിൽ ബൈ ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ ബൈ ചെയ്യാനുള്ളൊരു റെക്കമെൻഡേഷൻ കൊടുത്തിരുന്നു. അന്ന് അതിനനുസരിച്ച് 1,250ഉം 1,300ഉം റേഞ്ചിൽ സ്റ്റോക്കിൽ എൻട്രി ചെയ്തവർക്ക് സ്റ്റോക്കിൽ ഇപ്പോൾ സ്വിംഗ് ട്രേഡേഴ്സിന് സ്റ്റോക്കിൽ ഇപ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സമയമാണ്. ഇനി ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിനും പറ്റിയ ബാങ്കാണ്. ലോങ് ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഈ സ്റ്റോക്കിൽ കണ്ടിന്യൂ ചെയ്യാം. ഇനി സ്റ്റോക്കിലെ കറണ്ട് ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റി നോക്കുകയാണെങ്കിൽ സ്റ്റോക്കിൽ ഇപ്പോൾ ഒരു ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റിയും ഇല്ല. അതായത് 1,700 രൂപ റേഞ്ചിൽ 100 രൂപയുടെ വ്യത്യാസം മാത്രമേ സ്റ്റോക്കിലുള്ളൂ. ഇപ്പോൾ സ്റ്റോക്കിൽ ഒരു ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റേഞ്ച് അല്ല. ഇനി ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കാണെങ്കിൽ 1,900 ആയിരിക്കാം ഈ സ്റ്റോക്കിൻ്റെ ബ്രോക്കേഴ്സ് പ്രൊജക്റ്റഡ് ടാർഗറ്റായിട്ട് വരുന്നത്. ഇനി 1,900 രൂപ റേഞ്ചാണ് ഈ സ്റ്റോക്കിൻ്റെ ബ്രോക്കേഴ്സ് പ്രൊജക്റ്റഡ് ടാർഗറ്റ്. സ്റ്റോക്കിൽ ഇനിയൊരു കൂൾ ഓഫ് സംഭവിച്ചതിന് ശേഷം മാത്രമേ സ്റ്റോക്കിൽ നമ്മൾക്കൊരു ബെസ്റ്റ് ബൈയിങ് ലെവലിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ. ഇനി സ്റ്റോക്കിൻ്റെ ബെസ്റ്റ് ബൈയിങ് ലെവൽ നോക്കുകയാണെങ്കിൽ 1,250 ആയിരുന്നു സ്റ്റോക്കിൻ്റെ എവർ ഡിമാൻഡഡ് സോൺ. ഈ സോണിൽ സ്റ്റോക്കിൽ എൻട്രി ചെയ്യാനാണെങ്കിൽ അതിനെ ഒരു ബെസ്റ്റ് റേഞ്ചായിട്ട് നമ്മൾക്ക് പറയാം. അതിനുശേഷമുള്ള പ്രൈസ് നോക്കുകയാണെങ്കിൽ സ്റ്റോക്കിൻ്റെ 1,300 രൂപ റേഞ്ചും അതുപോലെ തന്നെ സ്റ്റോക്കിൻ്റെ 50 ഡേ എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജായ 1,350 രൂപ റേഞ്ചുമൊക്കെ ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ റേഞ്ചാണ്. എന്നിരുന്നാലും 1,250നും 1,300നും ഇടയുള്ള റേഞ്ചിൽ ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയാൽ അതായിരിക്കും ഈ സ്റ്റോക്കിൻ്റെ ബെസ്റ്റ് ബൈയിങ് സോൺ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.